മകരക്കൂറുകാർക്ക് ഇതുവരെ 5-ാം ഭാവത്തിൽ ഇടവൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം 6-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. അതായത് മകരം കൂറ് എന്ന് പറയും, മകര രാശി എന്ന് പറയുമ്പോൾ മകര രാശിക്കാർക്ക് തന്നെ പറയാം. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3/4 ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗവും കൂടി ചേരുന്ന ഇതിന് മകരക്കൂറ്. ഈ മകരക്കൂറുകാർക്ക് ഇതുവരെ അനുകൂല ഭാവത്തിൽ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം 6-ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ 6-ാം ഭാവം തസ്കരാരാധി വിഘ്നാദി വ്യാധി സംശയം. തസ്കരം പറഞ്ഞ കള്ളന്മാരും ആരാധി പറഞ്ഞ ശത്രുക്കളും വിഘ്നങ്ങൾ പറഞ്ഞ തടസ്സങ്ങളും വ്യാധി പറഞ്ഞ അസുഖങ്ങളൊക്കെയാണ് പറയുന്നത്. ടെൻഷൻ അപ്പോൾ ഉപദ്രവസ്ഥാനം കൂടിയാണ് 6-ാം ഭാവം. രോഗസ്ഥാനമാണ് 6-ാം ഭാവം. കടസ്ഥാനമാണ് 6-ാം ഭാവം. ശത്രുസ്ഥാനമാണ് 6-ാം ഭാവം. അപ്പോൾ കാരകത്വം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വിവാഹത്തിൻ്റെയും അതുപോലെ തന്നെ സന്താനങ്ങളുടെയും വാക്കിൻ്റെയും ആഭരണങ്ങളുടെയും എല്ലാം കാരകത്വമുള്ള വ്യാഴം 5-ാം ഭാവത്തിൽ നിന്നും 6-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ കടബാധ്യത ഇഷ്ടമായി വരുവാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അതിനെ ചെറുത്ത് നിൽക്കണം. വാങ്ങിക്കാതിരുന്നാൽ പോരെ, എന്നാലേ കടം വരുള്ളൂ എന്ന് പറയും. അപ്പോൾ വാങ്ങിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള അവസ്ഥകൾ ചിലപ്പോൾ ഈ 6-ാം ഭാവത്തിലുള്ള വ്യാഴം കൊണ്ടുവരും, വാങ്ങിക്കാനുള്ള അവസ്ഥ. പക്ഷേ അതിന് തരണം ചെയ്യാൻ പറ്റി കഴിഞ്ഞ് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 7.5 ശനി കഴിഞ്ഞ് 7.5 ആണ്ട് ശനി കഴിഞ്ഞ് വരുന്ന ഒരു സമയത്ത് വ്യാഴം അനുകൂല സ്ഥിതിയിലല്ലാതെ പോകുമ്പോൾ ശനിയുടെ ഭാവം 3-ാം ഭാവത്തിലുള്ള ഭാവം അനുകൂല ഭാവമായിട്ട് നിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി ഇല്ലാത്ത കാരണം ഈ 6-ാം ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കടബാധ്യത, ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ, രോഗബാധ്യത, രോഗത്തിന് വേണ്ടി ധനം ചെലവഴിക്കുക, സന്താനങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കുക, സന്താനങ്ങൾക്ക് വേണ്ടി അനാവശ്യമായിട്ടുള്ള ചെലവഴിക്കുക, ഗർഭിണികളെല്ലാം സന്താനങ്ങളുടെ വളരെ കെയർഫുള്ളായിട്ടിരിക്കുക. അതുമൂലം ആസ്പത്രി ശിശു വയറ്റിൽ ഇരിക്കുന്ന സമയത്ത് ആസ്പത്രിവാസങ്ങൾ, അസുഖങ്ങൾ വരിക, BP കൂടുക, BP കുറയുക, അങ്ങനെയുള്ള അസുഖങ്ങൾ വന്ന് അഡ്മിറ്റാകുക, അങ്ങനെ ധനം ചെലവഴിക്കുക. അതുപോലെ തന്നെ കള്ളന്മാർ അപഹരിച്ചു പോവുക, യാത്രകളെല്ലാം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബൈക്കിലെല്ലാം പോകുമ്പോൾ മാല മോഷ്ടിക്കുക, അല്ലാത്ത പിടിച്ചു പരിവലിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശത്രുക്കളുടെ ഭീഷണി മൂലം ഭയങ്കരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. ശത്രുക്കൾ എണീറ്റ് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അത് കാരണം വളരെ സൂക്ഷിക്കണം. നമ്മൾ അറിയാതെ തന്നെ ശത്രുക്കളുടെ ആക്രമണം നമ്മളുടെ മേലുണ്ടാവും, ഒളിഞ്ഞും പതിഞ്ഞും എല്ലാതെയും. അതിനെ ഗൗരവത്തോടുകൂടി കാണണം എന്നാണ് പറയുന്നത്. മകരക്കൂറുകാർ ഏകദേശം 7.5 കൊല്ലമായി ഒരുപാട് സഹിച്ച് വന്നിരിക്കുന്ന ഒരു കൂറുകാരാണ് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. എന്നിരുന്നാലും ഈ 6-ാം ഭാവത്തിലുള്ള വ്യാഴത്തിനെയും കുറച്ച് ഭയക്കണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. 10 മാസം കാലമാണ് വ്യാഴം ഈ 6-ാമത്തെ രാശിയിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ ഒരു 2 മാസത്തോളം ഇടയിൽ തന്നെ, അതായത് 10 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന സമയത്ത് കർക്കിടകത്തിലേക്ക് വരുമ്പോൾ അത് 7-ാം ഭാവമായിട്ട് വരും. അത് അനുകൂല സ്ഥാനമാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ഗുണാനുഭവങ്ങളുണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ പറയുന്നത്. ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് വെച്ച് പറഞ്ഞാൽ കടം വാങ്ങിച്ച് കൂട്ടാതിരിക്കുക, ഉള്ള കടത്തിനെ പെരുക്കാതിരിക്കുക, ഉള്ള കടത്തിനെ സമാധാനപരമായിട്ട് മീട്ടാൻ നോക്കുക, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക, കുറച്ച് കാലതാമസം എടുപ്പിക്കുക എന്നുള്ളതും, രോഗത്തിന് ചെറുത്ത് നിൽക്കുക, രോഗാവസ്ഥയിൽ നിന്ന് മുക്തി നേടുക എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ സന്താനങ്ങൾ നിയന്ത്രിക്കുക, സന്താനങ്ങളുടെ പോക്കുവരവ് നിയന്ത്രിക്കുക, അവർക്ക് വേണ്ടി ധനം ചെലവാക്കുമ്പോൾ വിദേശ യാത്രയ്ക്കെല്ലാം സന്താനങ്ങൾക്ക് വേണ്ടി വിദേശ പഠിപ്പിനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനും ജോലിക്കെല്ലാം കൂടി ശ്രമിക്കുന്ന സമയത്ത് അതിനൊരു ക്യാഷായിട്ട് ഒരു ലക്ഷക്കണക്കിന് രൂപ കെട്ടിവയ്ക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് അതെല്ലാം വളരെ ചിന്തിച്ചിട്ട് പോയില്ലെങ്കിൽ ഏജൻറ്റ് മുഖേന ചതിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഏജൻറ്റ് ചതിച്ചു കഴിഞ്ഞാൽ അതൊരു ശത്രുവായിട്ട് മാറും. അപ്പോൾ അത് ആ ഒരു ബാധ്യത കൂടുതലായി വരും. അങ്ങനെ വന്നിരിക്കാനുണ്ട്. അതുപോലെ സന്താനങ്ങൾക്ക് വേണ്ടി ആശുപത്രി ആവാസം ചെലവഴിക്കാനുള്ളത്. ആശുപത്രി പല വഴിക്ക് വരാം, ആക്സിഡൻറ്റ് മൂലം വരാം, രോഗങ്ങൾ മൂലം വരാം, അങ്ങനെ ചെലവഴിക്കേണ്ടി വരിക. കുടുംബത്തിൽ വന്നിട്ട് പരസ്പരം കണ്ടുകൂടായ്മ വരിക. പരസ്പരം കണ്ടുപോയാൽ പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരും സന്താനങ്ങളും തമ്മിൽ വഴക്ക്, അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് വേണ്ടി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്ക്,
സന്താനങ്ങളും കുടുംബക്കാരെല്ലാവരും കൂടിയിട്ടുള്ള കൂട്ടുകുടുംബത്തിലേക്കാണ്. കൂട്ടുകുടുംബം ഇപ്പം ഇല്ലയെന്ന് തന്നെ പറയുന്നത്. കൂട്ടുകുടുംബമാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. പുതിയ വിവാഹം കഴിഞ്ഞവരെല്ലാം മാറി താമസിക്കാനുള്ള അവസ്ഥകൾ ഉണ്ടാവുക. പുതിയ വിവാഹം കഴിഞ്ഞവർക്കെല്ലാം ചിലപ്പോൾ സന്താന യോഗം ഉടനെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം അത് ചില കാലതാമസങ്ങൾ നേരിടുക. ചിലപ്പോൾ ആയതെല്ലാം ചിലപ്പോൾ അബോഷനായിട്ട് പോവുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ധനം കൊണ്ട് പ്രവർത്തിക്കുന്നവർ, അക്കൗണ്ട് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. നഷ്ടങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഫൈനാൻസും മറ്റുള്ള കാര്യങ്ങളെല്ലാം തിരിമറി ചെയ്യുന്ന സമയത്ത് റൊട്ടേഷൻ ചെയ്യുമ്പോൾ അങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് ഫൈനാൻസ് സംബന്ധമായിട്ട്, അതായത് പണസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ചിലവർ ഇതിനെടുത്ത് അവിടെ എടുത്ത് വെച്ച് ഇവിടുത്തെ ആവശ്യം വരുമ്പോൾ അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് വെച്ച് അല്ലെങ്കിൽ തിരിമറി അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് തിരിമറി, ഇതൊക്കെ വന്നിട്ട് പ്രശ്നങ്ങൾ തടസ്സപ്പെടുന്ന പറയുന്നത്. നമ്മളുടെ വിചാരിച്ച പോലെയുള്ള ആ ക്രമീകരണങ്ങൾ കിട്ടില്ല. അപ്പോൾ എന്താവും, അവിടെ ബ്ലോക്കാവും. ആ ബ്ലോക്കാവേണ്ട സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ കൃത്യനിഷ്ഠയ്ക്ക് പോലും അഭംഗം വരുന്ന പറയുന്നത്. കൃത്യനിഷ്ഠ അവൻ പറഞ്ഞ പോലെ ചെയ്യുന്ന ഒരാളാണ്, വ്യക്തിയാണ്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അവളായാലും ശരി അവനായാലും ശരി ചെയ്യുന്ന പ്രവൃത്തികളിൽ വളരെ കൃത്യമാണ് എന്ന് പറയുന്ന വ്യക്തിക്ക് പോലും ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയ സമയത്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. കടം വാങ്ങിച്ച് ഇന്ന സമയത്ത് തരാം എന്ന് പറയുമ്പോൾ ആ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായി മാറും. ആ വാക്ക് തെറ്റി എന്ന് പറയും, പിന്നീട് കൊട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ സൂക്ഷ്മത കൈവരിക്കണം. 6-ാം ഭാവം കളവ് പോകുന്ന സ്ഥലമാണ്. കയ്യബദ്ധങ്ങൾ പറ്റുവാനുള്ള സാധ്യതയുണ്ട്. ആഭരണങ്ങളും മറ്റുള്ളവരും സ്വർണ്ണാഭരണവും സ്വർണ്ണ ആഭരണമായിട്ടും അല്ലാതെയും വർക്ക് ചെയ്യുന്നവരും എല്ലാം പോക്ക് വരവ് നടത്തുന്ന സമയത്തും കൊണ്ടുപോയി വരുന്ന സമയത്തെല്ലാം നഷ്ടപ്പെടുവാനുള്ളതോ അല്ലെങ്കിൽ ആഭരണങ്ങൾ പിടിക്കപ്പെടുവാനുള്ള സാധ്യതയോ, അതുപോലെ തന്നെ സ്മഗ്ലേഴ്സ് എല്ലാം വന്നിട്ട് പിടിക്കപ്പെടുവാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. കള്ളക്കടത്ത് ചെയ്യുന്നവരൊക്കെല്ലാം പിടിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ജയിൽവാസം വരുവാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ വ്യവസായം ചെയ്യുന്നവർ ധാന്യങ്ങൾ വ്യവസായം ചെയ്യുന്നവർ, അതായത് ധാന്യങ്ങൾ പറഞ്ഞുകൊണ്ടാൽ അരി തൊട്ടിട്ട് പരിപ്പ് പയർ അങ്ങനെ പറഞ്ഞ് അത് അവർക്കെല്ലാം ചിലപ്പോൾ ഈ വ്യവസായത്തെ നഷ്ടം വരുവാനുള്ള സാധ്യതയുണ്ട്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും തമ്മിൽ ശത്രുത വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാവാതിരിക്കുക, വിദ്യാർത്ഥികളുടെ പഠിപ്പുകൾ കടിവെച്ച് മുറിയുക, അല്ലെങ്കിൽ വിദ്യാഭ്യാസ തടസ്സങ്ങൾ വരിക. ചിലപ്പോൾ ഡിഗ്രിക്കെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാതെ പെട്ടെന്ന് നിർത്തേണ്ടി വരിക. അത് ചിലപ്പോൾ സ്വഭാവ ദൂഷ്യങ്ങൾ കൊണ്ടാവാം. അല്ലെങ്കിൽ കോളേജിൽ നിന്ന് പുറത്താക്കുക, പിടിക്കപ്പെടുക. സ്വഭാവ ദൂഷ്യങ്ങൾ ഒരുപാട് വരാനുള്ള സാധ്യതകളൊക്കെ ഈ സമയത്തുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഈ വ്യാഴത്തിൻ്റെ 6-ലുള്ള വ്യാഴത്തിനെ പറ്റിയിട്ട് ചേർത്ത് നിൽക്കാനുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. നാവ് കൊണ്ട് അതായത് വർത്തമാനം കൊണ്ട്, വാക്കുകൊണ്ട് ഉപജീവന മാർഗം നടത്തുന്നവരും വാക്കുകൊണ്ട് മറ്റുള്ളവരെ ത്രസിപ്പിക്കുന്നവരും അതുപോലെ തന്നെ അഭിനയിക്കുന്നവരും കലാകാരന്മാരായാലും പാടാൻ കഴിവുള്ള ഗായകന്മാരായാലും അതെല്ലാം വാക്കാണ്, തൊണ്ടയാണ്. അപ്പോൾ അതിനെല്ലാം തൊണ്ടയ്ക്കെല്ലാം കോട്ടം പറ്റാത്ത ലെവലിൽ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇതിനെല്ലാം പരിഹാരങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഗവേഷണം ചെയ്യുന്നവരും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും നിയമം കൈകാര്യം ചെയ്യുന്നവരും പോലീസ് മേധാവികളനുസരിച്ച് നിയമം കൈകാര്യം ചെയ്യുന്നവരനുസരിച്ച് ആ ക്രൈം അതായത് ക്രൈം പറഞ്ഞ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥരാകട്ടെ നിയമപാലകരാകട്ടെ ആരുമായിക്കോട്ടെ, അവർക്കെല്ലാം വളരെ അതിലൊക്കെ തടസ്സങ്ങൾ വരുവാനുള്ള സാധ്യത, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളെല്ലാം വളരെ പ്രയോജനപ്പെട്ട് പിടിക്കാൻ പറ്റാത്തൊരു സാധ്യത, അല്ലെങ്കിൽ നിസ്സഹായാവസ്ഥ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ശത്രുക്കളുമായി ചിലപ്പോൾ അടിപിടി കൂടാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. അതുപോലെ കേസ് വഴക്കുകളെല്ലാം വരുവാനുള്ള സാധ്യതയുണ്ട്. കോടതി കയറി ഇറങ്ങുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഉദ്ദിഷ്ട കേസുകളെല്ലാം വിജയിക്കാതെ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ പലവിധ കാര്യങ്ങളുണ്ട്. അത് കാരണം പരിഹാരങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ മഹാവിഷ്ണുവാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ആൾ. മഹാവിഷ്ണുവിന് വ്യാഴാഴ്ച വ്രതമെടുത്ത്
പാൽപ്പായസം, തുളസിമാല, മഞ്ഞപ്പട്ട്, സഹസ്രനാമാർച്ചന എന്നിവ ആഴ്ചയിൽ ചെയ്യുക. അല്ലെങ്കിൽ പറ്റാത്തവർക്ക് 2 ആഴ്ചയിലൊരിക്കൽ ചെയ്യുക. അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയതെങ്കിലും ചെയ്തു വരിക. നിത്യേന സഹസ്രനാമ ജപം ഒരു 20 മിനിറ്റ് വിഷ്ണു സഹസ്രനാമം ജപം ചെയ്യിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ ഉത്തമമായിട്ട് ഉള്ള കാര്യമാണ്. ദോഷങ്ങൾ വളരെ കുറഞ്ഞു വരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളോ ശ്രീരാമ ക്ഷേത്രങ്ങളോ ഗുരുവായൂരപ്പൻ്റെ അമ്പലങ്ങളിൽ പോയിട്ട് വരിക, ഗുരുവായൂർ പോയി തൊഴുത് വരിക, അങ്ങനെയുള്ള പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ദർശനം നടത്തി, തിരുപ്പതി അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം പറ്റുകയാണെങ്കിൽ ദർശനങ്ങളിലെല്ലാം നടത്തി വരികയാണെങ്കിൽ വളരെ ഉത്തമമായിട്ട് ഈ ദോഷത്തെ ചെറുത്ത് നിൽക്കാൻ പറ്റും എന്ന് തന്നെ പറഞ്ഞു വരാം. അപ്പോൾ ഇവർക്കുള്ള ഫലാതി ഫലങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഫലങ്ങളെല്ലാം അനുഭവത്തിൽ വരുവാനുള്ള സാധ്യതയുള്ള കാര്യം തീർച്ചയായും നിങ്ങൾക്ക് പരിഹാരത്തിലൂടെ ഇതിൻ്റെ പരിഹാരം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ പറഞ്ഞു തരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രഹപൂജ നടത്തി ഇതിൻ്റെ സ്വാധീനം വളരെ കുറയ്ക്കാൻ പറ്റും, അതായത് ദോഷത്തെ കുറയ്ക്കാൻ പറ്റും എന്ന് തന്നെ പറയാം. അപ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് അപ്പോൾ ഈ മകരക്കൂറുകാർക്ക് പറഞ്ഞു തരാനുള്ളത്. നമസ്കാരം.